കേരളത്തിലെ മാധ്യമങ്ങളുടെ ആ ആവേശം ഉണർന്നല്ലോ. കഴിഞ്ഞ 2 ദിവസമായി ഇത് എങ്ങും കാണാനില്ലായിരുന്നു. വേടൻ എന്ന റാപ്പറിനെതിരെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഒരു പീഡന ആരോപണം വരുന്നു. ആ ആരോപണം ശരിയാണോ തെറ്റാന്നൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഇരട്ടത്താപ്പ് അതിൽ നിന്ന് കാണണം. അവരുടെ മനോഭാവങ്ങൾ കൂടി നാട് മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. ഏതാനും ദിവസമായി നമ്മുടെ നാട്ടിൽ നടന്ന ചർച്ചയായിരുന്നു ചാനൽ അവിഹിത ബന്ധവും ഗർഭവും ഒപ്പം ഒരു മാങ്ങാണ്ടി കിളിർത്ത കഥ. ആ നേതാവിന് കിട്ടിയ പരിരക്ഷ ഒന്ന് ആലോചിക്കലേ. ആ നേതാവുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കണമെന്ന് DGPക്ക് AH ഹഫീസ് എന്ന കേരള കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ട് പോലും വാർത്തയേ ആയില്ല. പക്ഷേ ഇന്നിപ്പോ ഒരു വാർത്ത പൊടുന്നനെ പുറത്തേക്ക് വരികയാണ്. ആവേശ കമ്മിറ്റിക്കാർ, ആഘോഷ കമ്മിറ്റിക്കാരെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ നാട്ടിലെ സവർണ പ്രിവിലേജ് എന്താണെന്ന് നാട് മനസ്സിലാക്കേണ്ടത്. റാപ്പ് ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടി തുടങ്ങി. വാർത്ത ഇതായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് റാപ്പർ വേടൻ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചു. 2 വർഷം മുന്നേയുള്ള കേസാണ്.